പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 10-ാം അധ്യായം പ്രധാനമായിട്ടും 5 സംഭവങ്ങളാണ് വിവരിക്കുന്നത്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ആത്മാവിൻ്റെ കൃപ നമുക്ക് യാചിക്കാം, മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ 10-ാമത്തെ അധ്യായത്തിൽ വിട്ട് കാണുന്ന സംഭവങ്ങളെന്ന് നമുക്ക് വേണേൽ തോന്നാം. അതായത് ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം. കാരണം വിവാഹമോചനത്തെ സംബന്ധിച്ച പ്രബോധനം, കുഞ്ഞുങ്ങളെ ഈശോയുടെ അടുത്ത് വരുമ്പോൾ അവരെ അനുഗ്രഹിക്കുന്നത്, ഒരു ധനികൻ വന്ന് ഈശോയോട് ചോദിക്കുമ്പോൾ അവനോട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത്, സെബദീപുത്രന്മാർ വന്നിട്ട് ഈശോയോട് ഇടത്തും വലത്തും ഇരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്, ബർത്തമിയൂസിന് കാഴ്ച നൽകുന്നത്. എന്നാൽ നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ചു വരുന്നവരായതുകൊണ്ട് നമുക്കറിയാം, മർക്കോസ് പ്രധാന കണക്ഷൻ ഇല്ലാതെ ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. എല്ലാം കൃത്യമായി കണക്റ്റഡാണ്. അപ്പോൾ എന്താണ് ഈ 10-ാം അധ്യായം ഇപ്പോൾ ഈ കാര്യങ്ങൾ വിവരിക്കാൻ കാരണം? അതിന് കാരണം ഇതാണ്. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വിഷയമാണ്? ശിഷ്യത്വം. ഇപ്പോൾ നമ്മൾ വഴിയിലാണ്, ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. ഡിസൈപ്പിൾഷിപ്പാണ് പ്രമേയം. അപ്പോൾ ഒരു ശിഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഭയങ്കര ഒരു ഉയർന്ന നിലവാരം പറഞ്ഞിപ്പോൾ. എന്താണ്? നിനക്ക് കണ്ണ് പാപഗീതമാണെങ്കിൽ അത് മുറിച്ച് കളാ, കൈ പാപഗീതം മുറിച്ച് കളാ. അപ്പം അത്രയും സീരിയസ് ആയി ഉയർന്ന ഒരു ജീവിത നിലവാരം ആവശ്യപ്പെടുമ്പോൾ ശിഷ്യന്മാർക്ക് തോന്നാം, എന്താണ് തോന്നാൻ സാധ്യതയുള്ളത്? അതായത് ഇത് കാട്ടിലൊക്കെ പോയി ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. ഇതിങ്ങനെ എല്ലാം ഷട്ട് ഡൗൺ ഫ്രം ദ വേൾഡ്. അങ്ങനെ നമ്മൾ എല്ലാത്തിൽ നിന്നും അടച്ച്, ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് കൈയൊക്കെ കെട്ടി അങ്ങനെ ജീവിക്കേണ്ട ഒരു ജീവിതമാണോ എന്ന് തോന്നാൻ സാധ്യതയുള്ളതുകൊണ്ട് കർത്താവ് പറയാണ്, ഇത് അങ്ങനെ ഒരു ജീവിതമല്ല. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ വീട്ടിൽ, നിൻ്റെ ബിസിനസ്സിൽ എല്ലാം അനുവർത്തിക്കേണ്ടതാണ് ശിഷ്യത്വം. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ 3 പ്രധാനപ്പെട്ട മേഖലകൾ അഡ്രസ്സ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തേത് വിവാഹം, രണ്ടാമത്തേത് സന്താനം, മൂന്നാമത്തേത് വരുമാനം. വിവാഹം, കുഞ്ഞുങ്ങൾ, പണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 3 മേഖലകളെക്കുറിച്ച് കർത്താവ് പറയാൻ പോവാണ്. അപ്പോൾ ഒന്നാമത്തേത് വിവാഹ മോചനത്തെ സംബന്ധിച്ച പ്രബോധനം. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. തൊട്ട് മുമ്പ് ഈശോ പറഞ്ഞിരുന്നത് എന്താണ്? തൊട്ട് മുമ്പത്തെ വാക്യം, 9-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കണം. ഏറ്റവും കൂടുതൽ മനുഷ്യന് സമാധാനത്തിൽ വർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം ഏതാ? വീട് തന്നെയാണ്, കുടുംബം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത കുടുംബം അഡ്രസ്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, ഈ 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ അത് എവിടാ ആളുകൾ ഈ 70 പ്രാവശ്യം ക്ഷമിക്കുന്നത്? അത് ദാമ്പത്യ ജീവിതത്തിലാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം എനിക്കറിയാവുന്ന കുടുംബങ്ങൾ ചിലപ്പം ഭയങ്കര പ്രശ്നമെന്നൊക്കെ തോന്നും. ഇത്തിരി കഴിയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ വരും. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര വീണ്ടും പ്രശ്നമാണെന്ന് തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുമാത്രം തവണ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചിട്ടുണ്ടാവും. അത്രയൊന്നും ഒരച്ഛനും ക്ഷമിച്ചിട്ടുണ്ടാവില്ല, അത്രയൊന്നും ഒരു സിസ്റ്ററും ക്ഷമിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ കുടുംബജീവിതക്കാരെ അവാർഡ് കൊടുത്ത് മാനിക്കേണ്ടതാണ്. അതിൻ്റെ കാരണം എന്തുമാത്രം തവണ ഇവർ പരസ്പരം, മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ ട്രാൻസ്ഫർ ഉണ്ട്. കുടുംബജീവിതത്തിൽ ട്രാൻസ്ഫർ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത സിറ്റുവേഷൻ ഉണ്ട്. ചോയ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അന്നമ്മയ്ക്ക് പകരം ശോശാമ്മയോ, ചാക്കോച്ചന് പകരം തോമാച്ചനോ ചോയ്സ് ഇല്ല. അതാണ് പറയാൻ പോകുന്നത്. ചോയ്സ് ഇല്ല. ദൈവം നിനക്കൊരാളെ തന്നിട്ടുണ്ട്, ആ ആളുകൂടെ ജീവിക്കണം, പക്ഷെ സമാധാനത്തിൽ ജീവിക്കണം. അപ്പോൾ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം എന്തുമാത്രം തവണ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു ആയുസ്സിൽ ഒരു 50 കൊല്ലം കുടുംബജീവിതം നയിച്ചൊരു അപ്പനും അമ്മയും എത്രമാത്രം തവണ എൻ്റെ ദൈവമേ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചിട്ടുണ്ടാവും. എന്നിട്ടും അവർ ഒരാൾ മരിക്കുമ്പോൾ ചങ്കത്തടിച്ച് കരയുകയാണ്. സമാധാനമായെന്നല്ല പറയുന്നത്.
ഈ RCCയിലൊക്കെ കാണാം, പ്രായമുള്ള അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ അടുത്തിരുന്ന് ഭക്ഷണം ഇങ്ങനെ എടുത്തു കൊടുക്കുന്നതും വെള്ളം ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല. അതായത് എന്തുമാത്രം ഹൃദ്യമായ ഒരു രീതിയിൽ അവർ ജീവിക്കും. പ്രശ്നമില്ലെന്നാണോ? ഭൂകമ്പമായിരിക്കും ചിലപ്പോൾ, പക്ഷേ സംഹൗ ദേ അഡ്ജസ്റ്റ്. സത്യമല്ലേ? കുടുംബജീവിതക്കാർ എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ വിവാഹമോചനത്തിൻ്റെ കണക്ക് അമ്പരപ്പിക്കുന്ന തരത്തിൽ പെരുകുമ്പോഴും മറുവശത്ത് എത്രയോ കുടുംബങ്ങൾ കൊടിയ സഹനത്തിന് നടുവിലും പിടിച്ചിരിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ നമ്മളോട് വന്ന് പറയുന്ന കഥകൾ കേട്ടാൽ ഹൃദയഭേദകമാണ് ആ കഥകൾ. എന്നിട്ട് നിൽക്കുന്നില്ലേ, പിന്നെയും തിരിച്ചു വരണമെന്നാണ് പറയുന്നത്, എങ്ങനെയും ഒരുമിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതത്രമാത്രം കുടുംബജീവിതക്കാർ വില കൊടുക്കുന്നൊരു മേഖലയാണ്. അവരോട് എല്ലാ അഭിവാദനങ്ങളും ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവിടം വിട്ട് യൂദയായിലേക്കും ജോർദാന് മറുകരയിലേക്കും പോയി. വീണ്ടും ജനങ്ങൾ അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു. ഫരിസേയർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യ ഉപേക്ഷിച്ച് വേറൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ദൈവം, ഒന്നാമത്തേത് വിവാഹമോചനത്തെ സംബന്ധിക്കുന്ന പ്രബോധനമാണ്. മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാവുന്നൊരു വാക്യമാണത്. ദൈവം വിവാഹമോചനത്തെ വെറുക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. മലാക്കി 2:16. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. ഐ ഹെയ്റ്റ് ഡിവോഴ്സ്. ഗോഡ് ഹെയ്റ്റ്സ് ഡിവോഴ്സ്. അപ്പോൾ ഈ നിയമം മലാക്കി പ്രവാചകനിലൂടെ ദൈവം വിവാഹമോചനത്തെ ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ടും, എന്ന ദൈവകൽപ്പന ഉണ്ടായിരുന്നിട്ടും ഫരിസേയരുടെ ഇടയിൽ വിവാഹമോചനം സർവ്വസാധാരണമായിരുന്നു. ഇതാണ് പശ്ചാത്തലം. അപ്പോൾ അതുകൊണ്ട് ഫരിസേയർ വന്ന് എങ്ങനെയെങ്കിലും വിവാഹമോചനം നടത്തുന്നത് ഈശോ അംഗീകരിക്കുമോ? അംഗീകരിക്കുമെന്ന് അറിയണം. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ഉറപ്പാണ് കർത്താവ് ഇത് അംഗീകരിക്കില്ല. അപ്പോൾ അവനെ കുറ്റപ്പെടുത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? കാരണം തിരുവചനത്തിൽ അത് വിലക്കിയിട്ടുള്ളത് കൊണ്ട് കർത്താവ് അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് അറിയാമായിരുന്നത് കൊണ്ട് പരീക്ഷിക്കാൻ കൂടിയാണ് വരുന്നത്. ഫരിസേയർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഇനി 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആ ജിയോഗ്രഫി മറന്നു പോരുത്. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ നടന്ന് വന്ന് കെസറിയ ഫിലിപ്പി അങ്ങ് ടോപ്പ് മേളിലെത്തി. അവിടെ നിന്ന് ഇപ്പോൾ താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇപ്പോൾ അങ്ങനെ താഴേക്ക് ഇറങ്ങി ഏറ്റവും താഴേക്ക് വരുന്നൊരു സ്റ്റേജാണ് ജിയോഗ്രഫിക്കലി. ഇനി ഇവിടുന്ന് വീണ്ടും ജെറുസലേമിലേക്ക് കയറിപ്പോവും. അപ്പോൾ അങ്ങനെയാണത്, അങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഭാഗത്തെത്തിയപ്പോൾ പോകുന്ന വഴിക്കെല്ലാം പഠിപ്പിച്ച് പോവാണ്, ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഫരിസേയർ വന്നിട്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരമല്ല, വേറൊരു ചോദ്യമാണ്. അത് ഈശോയുടെ ടീച്ചിങ്ങിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. അതായത് ചോദ്യത്തിന് ഉത്തരം മറു ചോദ്യമാണ്. അങ്ങനെ ചോദിക്കും. അത് ഈ നല്ല ചില ഭയങ്കര എന്താ പറയുക, ഈ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സൊക്കെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ചെന്നിട്ട് പോയി ഫെയ്ത്ത് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് പിള്ളേരൊരു ചോദിക്കുമ്പോൾ അവർ ചോദ്യത്തെ വേറൊരു ചോദ്യം കൊണ്ട് നേരിടും. ഈ രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം കൊണ്ട് ആദ്യത്തെ ചോദ്യം പൊട്ടും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണത് കാണാൻ. എന്ന് വെച്ചാൽ ഈ ചോദ്യത്തിൻ്റെ പിന്നിൽ ഒരു അസംഷനുണ്ട്. ആ അസംഷനെ പൊളിച്ചാൽ ചോദ്യം പൊളിച്ചു. അങ്ങനെയാണത്. ഓക്കെ, പോട്ടെ. അപ്പോൾ എന്തോ ആവട്ടെ, തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, ഫരിസേയർ കൃത്യമായിട്ട് വചനമെന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനമാണ്, പഞ്ചഗ്രന്ഥിയാണ്. അതാണ് ചോദിച്ചത്, മോശയുടെ നിയമത്തിൽ എന്ത് പറയുന്നു? നിങ്ങൾ അതാണല്ലോ വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയുന്നു?
അപ്പോൾ അവർ മറുപടി പറയുകയാണ്. എന്താണ് മറുപടി പറയുന്നത്? ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ശരിക്കും ദൈവം ആഗ്രഹിച്ചത് വിവാഹമോചനത്തിനെതിരായ അവരൊരുമിച്ച് പോകണം എന്ന ദൈവഹിതമാണ്. പക്ഷേ യുവമാർ അത്രയും മർക്കടമുഷ്ടിക്കാരായിരുന്നതുകൊണ്ട് മോശ എന്ത് ചെയ്തു? മോശയുടെ സ്വന്തം റിസ്കിൽ കുറച്ച് റിലാക്സേഷൻ വരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വേറെയും റെഫറൻസുകളുണ്ട് അതിന്. അപ്പോൾ മോശ ചില കാര്യങ്ങളിൽ അല്പം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് വിട്ടുവീഴ്ച ചെയ്തത്? മനുഷ്യൻ പാപാവസ്ഥയിലാണ്. ഈ പാപാവസ്ഥയിൽ ഇത്രയൊന്നും പറ്റില്ല. പാപത്തിൻ്റെ പിടിയിൽ കിടക്കുന്ന ലോകത്തിന് അത്രയും ഉയർന്നൊരു അനുശാസനം അനുസരിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് മോശ റിലാക്സ് ചെയ്ത് കൊടുത്തത്. ഇപ്പം കർത്താവ് അതിനെ റിവേഴ്സ് ചെയ്യുകയാണ്. റിലാക്സ് ചെയ്തതിനെല്ലാം കർത്താവ് വീണ്ടും ടൈറ്റ് ചെയ്യുകയാണ്. എന്താ കാരണം? ഗ്രേസ് വരാൻ പോവുക. കുരിശുമരണത്തിലൂടെ നഷ്ടപ്പെട്ട കൃപ കിട്ടാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ശരിക്കും മനസ്സിലാക്കിക്കോണം, പഴയ നിയമത്തെക്കാൾ കാർക്കശ്യമാണ് പുതിയ നിയമം. പുതിയ നിയമം റിലാക്സ്ഡ് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പഴയ നിയമത്തെക്കാൾ കാർക്കശ്യമാണ് പുതിയ നിയമം. മോശയാണ് കുറച്ചുകൂടെ ഭേദം. ഈശോ ഒട്ടും ഈ വിഷയത്തിൽ, നിയമത്തിൻ്റെ കാര്യത്തിൽ ഈശോ മോശയുടെ ഒരു 10 ഇരട്ടി കാർക്കശ്യക്കാരനാണ്. നമ്മൾ ന്യൂ ടെസ്റ്റമെൻ്റ് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് പ്രസൻറ്റ് ചെയ്തതാണ് കർത്താവ് എല്ലാം റിലാക്സ് ചെയ്തു എന്ന്. ശരിയല്ലത്. കർത്താവ് ഒന്നും റിലാക്സ് ചെയ്തിട്ടില്ല, ടൈറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ട് കൊല്ലരുത്, ഞാൻ നിങ്ങളോട് പറയുന്നത് കോപിക്കരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് വ്യഭിചാരം ചെയ്യരുത്, ഞാൻ നിങ്ങളോട് പറയുന്ന ആസക്തിയോടെ നോക്കരുത്. ടൈറ്റ് ചെയ്തു. അപ്പോൾ അതിവിടെ അങ്ങനെ തന്നെ കാണുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒറ്റ ശരീരമായി തീരുകയും ചെയ്യും. അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണത്തെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? കർത്താവ് സൃഷ്ടിച്ചു, പുരുഷനെ സ്ത്രീയുമായി സൃഷ്ടിച്ചു, അവരെ ഒരു കുടുംബമാക്കി. ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊരു മിത്താണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മിത്തെന്ന് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ മണ്ണ് കുഴച്ചു അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവമാണ് ഒരു കുടുംബം ഉണ്ടാക്കിയത്, ദൈവമാണ് ഈ നിയമം കൊടുത്തത്. ഇതൊക്കെ ഒരു മിത്താണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ സഭയിൽ തന്നെയുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല കൗണ്ടർ ആർഗ്യുമെൻ്റാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈശോ അവിടുന്ന് കോട്ട് ചെയ്യാൻ പോവാണ്. ആ ഭാഗത്തു നിന്നാണ് ഈശോ ഇപ്പോൾ കോട്ട് ചെയ്യുന്നത്. ഈശോ സ്ക്രിപ്ചറായിട്ട് വിശ്വസിച്ചൊരു കാര്യത്തെ തിരുവെഴുത്തായിട്ട് വിശ്വസിക്കാൻ മടിക്കുന്നത് ഏത് ഉന്നതനായ പണ്ഡിതനാണെങ്കിലും അയാളെ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈശോയാണിത് പറയുന്നത്. ഈ ഉൽപ്പത്തിയിലെ ഈ റഫറൻസ് ഈശോ എടുത്തിട്ട് പറയുകയാണ്. ഈശോ പറയുകയാണ്, എന്താ നിങ്ങൾ വായിച്ചിട്ടുള്ളത്, എന്താ ദൈവം പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ തിരുവെഴുത്താണ് അതെല്ലാം. അപ്പോൾ ബൈബിളിലെ ഒരു വാക്യത്തെയും ഈ പണ്ഡിതന്മാർ പറയുന്നത് കേട്ട് റിലാക്സ് ചെയ്യരുത്. കാരണം അവരവരുടെ ബുദ്ധിയിൽ നിന്നാണ് ഈ പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, കർത്താവ് ഇതിനെ, ദൈവം മനുഷ്യനെ ആദിയിൽ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ജീസസ് അപ്രൂവ്ഡ് ഇറ്റ്. ജീസസ് പറഞ്ഞു അത് ശരിയാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ അതിനകത്ത് തർക്കമുണ്ടോ? തർക്കമില്ല. അതെല്ലാം ഇറ്റേണലി സിഗ്നിഫിക്കൻ്റായ ദൈവവചനമാണ്. അപ്പോൾ അതാണ് അത് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് അവർ ഭാര്യയോട് ചേരി. ഇതൊക്കെ ഉൽപ്പത്തിയിലെ റെഫറൻസുകളാണ്. അത് എടുത്തു പറയുകയാണ്. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒരു ശരീരമാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. പര്യാവർത്തകന്മാർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. അത് ഒരു ലാർജർ ഓഡിയൻസിന് വേണ്ടി പറയുകയാണ്. അപ്പോൾ അതായത് ഇവരൊരു യൂണിറ്റാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടല്ല, ഒറ്റ യൂണിറ്റാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈ യൂണിറ്റി പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ ചില ഗുണങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ 2 പേർ ഏക മനസ്സോടെ എന്ത് ചോദിച്ചാലും പിതാവ് തരും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് യുണൈറ്റഡ് ഇൻ വൺ സ്പിരിറ്റ് പ്രാർത്ഥിച്ചാൽ വേഗം നടക്കും. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒന്നാണെങ്കിൽ, ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒന്നാണെങ്കിൽ മക്കളിലേക്ക് വേഗം ദൈവകൃപ ഒഴുകും. മക്കളിലേക്ക് ദൈവത്തിൻ്റെ ഗ്രേസ് പെട്ടെന്ന് ഒഴുകും.
ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഗതി ഇതാണ്. അതായത് ഇവർ രണ്ടായിട്ട് ഡിവൈഡഡായിട്ട് നിൽക്കുകയാണെങ്കിൽ മക്കളുടെ ലൈഫും ഭയങ്കര അലങ്കോലമായിരിക്കും. ഒരു കൃപ ഒഴുകുന്നില്ല. കാരണം ഈ യൂണിറ്റി പൊട്ടിക്കിടക്കുക. ഇത് ഒറ്റ യൂണിറ്റാണ്, ആ യൂണിറ്റ് വഴി കൃപ ഒഴുകും. ഇവർ രണ്ടായിട്ട് നിന്നാൽ അത് രണ്ട് വഴിക്ക് പോവും. അത് വരില്ല, അത് എത്തേണ്ടടുത്ത് എത്തില്ല. ഇപ്പോൾ ഒരു പൈപ്പ് പൊട്ടിക്കീറി, നടുക്കൂടെ ഒരു പൈപ്പ് കീറിയെന്ന് വെച്ചു. നടുക്കൂടെ കീറിയിട്ട് പൈപ്പിൻ്റെ ഒരു ഭാഗം അവിടെയും കിടക്കുന്നു, ഈ കീറിയതിൻ്റെ ഒരു പോർഷൻ അവിടെയും കിടക്കുന്നു, ഒരു പോർഷൻ ഇവിടെയും കിടക്കുന്നു. വെള്ളം ഒഴുകി ഇവിടെ ഈ ടാങ്കിലാണ് വരേണ്ടതെന്ന് വെച്ചോ, ഈ ടാങ്കിൽ വെള്ളം എത്തില്ല. അവിടെ ഒഴുകിപ്പോവും, ഇവിടെ ഒഴുകിപ്പോവും. ഇതാ സംഭവിക്കുന്നത്. ഇവരൊന്നാണ്. ഈ ഒന്നാണെന്ന് ഞാൻ പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. മൂന്നാമതൊരാളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യരുത്, ഭാര്യയെ ഇൻസൾട്ട് ചെയ്യരുത്. അത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് വിചാരിച്ചോണം. ഒരു തേർഡ് പാർട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് ഹസ്ബൻഡിനെ ബുള്ളി ചെയ്യരുത്, ഭാര്യയെ ഹ്യൂമിലിയേറ്റ് ചെയ്യരുത്. വേറൊരാളായിട്ട് ഞാൻ ഒത്തിരി സങ്കടത്തോടു കൂടി പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ പൊതുസ്ഥലത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഇവരെ അങ്ങ് താറടിക്കും, ഇയാളെ അങ്ങ് കുറ്റം പറയും. പോകുന്നിടത്തെല്ലാം ചെന്നിട്ട് ഭർത്താവിൻ്റെ കുറ്റം പറയും. അങ്ങനെയല്ല, ഒരാളാണ്, വൺ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും രണ്ടല്ല, ഒറ്റ ശരീരമാണ്. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ വിവാഹമോചനത്തെ കർത്താവ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന പ്രബോധനം. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ശിഷ്യത്വത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചില്ലേ ഇതുവരെ. അത് 1, 2, 3, 4 നമ്മൾ ഓർത്താൽ ആ കാര്യങ്ങൾ മുഴുവൻ ജീവിക്കാനുള്ള സ്പേസാണ് കുടുംബം. ഇതിനേക്കാളും ജീവിക്കാൻ പറ്റുന്നൊരു സ്പേസ് വേറെ ഇല്ല. ഇങ്ങനെയുള്ള, അതായത് ഈശോ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും എന്തെല്ലാം പഠിപ്പിച്ചോ അത് മുഴുവൻ ജീവിക്കുന്നതിനുള്ള സ്പേസാണ് കുടുംബം. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. ശിശുക്കളെ അനുഗ്രഹിക്കുന്നു, വായിക്കാം. അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. രണ്ടാമത്തെ കാര്യം കർത്താവ് പറയാണ്, കുഞ്ഞുങ്ങളെ തടയരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കൾക്ക് ജന്മം നൽകണം. അതാണ് അടുത്ത പ്രമേയം. കുഞ്ഞുങ്ങളെ തടയാൻ പാടില്ല. കുഞ്ഞുങ്ങളെ തടയരുതെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തിലെ ജീവിതം തടയരുത്. ഗർഭഛിദ്രം, സന്താനങ്ങൾ ഉണ്ടാവുന്നതിനുള്ള കാലതാമസം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ സമകാലിക ആത്മീയ മണ്ഡലത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ. ഒന്ന്, കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള കാലതാമസം. രണ്ട്, കുഞ്ഞുങ്ങളെ വേണ്ട, കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അതിനെ അബോർട്ട് ചെയ്ത് കളയുന്ന പ്രവണത. ഇത് ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങളെ തടയരുത് എന്നാണ് അതിൻ്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം കർത്താവ് പറയാണ്, കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വിടണം. കുട്ടികളെ യേശുവിൻ്റെ അടുത്ത് ഫ്രീക്വൻ്റ് ആവാൻ സഹായിക്കണം. അതായത് കുട്ടികൾക്ക് യേശുവുമായി ഫെമിലിയാരിറ്റി ഉണ്ടാക്കണം. അപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ തടയുമ്പോൾ ഈശോ ശിഷ്യന്മാരെ ശകാരിച്ചു എന്നാണ് പറയുന്നത്. ശകാരിച്ചു, വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, തടയരുത്, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത് തടയരുത്. അപ്പോൾ ആത്മീയ കാര്യത്തിൽ നിന്നും മക്കളെ തടയാൻ പാടില്ല. ആത്മീയ കാര്യത്തിന് ദാഹമുള്ളവരെ തടയാൻ പാടില്ല. ദൈവവിളി സ്വീകരിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ തടയാൻ പാടില്ല. യേശുവിനെ അടുത്ത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ തടയാൻ പാടില്ല. അതിനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ഒരു വാക്കുകൊണ്ട് അതിനെ ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല. അതൊക്കെയാണ് ഇവിടെ ഉള്ള ഏറ്റവും പ്രാക്ടിക്കലായ അർത്ഥങ്ങൾ. അപ്പോൾ അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. യേശു കോപിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ. കോപിച്ചു, കുഞ്ഞുങ്ങളെ തടയരുത്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അടുത്ത വാക്യം ശ്രദ്ധിച്ചോണേ, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവാൻ അവരെ തടയരുത്. എന്തെന്ന്? ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കില്ല. വേറൊരിടത്ത് ഈശോ പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുമ്പോൾ ആ വീട്ടിലെ ആരെ സ്വീകരിക്കുകയാണ്? യേശുവിനെ സ്വീകരിക്കുകയാണ്.
കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുമ്പോൾ യേശുവിനെ വേണ്ടാന്ന് വെക്കുകയാണ്. അത്രയും സീരിയസ് ആയിട്ട് അതിനെ കാണണമെന്നാണ് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നത്. ഇത്രയും ഗൗരവമായിട്ട് അതിനെ കാണണം. ഇപ്പോൾ കുട്ടികളെ വേണ്ടാന്ന് വെക്കുമ്പോൾ കർത്താവിനെ വേണ്ടാന്ന് പറയുന്നതിന് തുല്യമാണ് എന്നാണ് ഈ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, അവരെ തടയാൻ പാടില്ല, ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. അപ്പോൾ അതാണ് ഒന്ന് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മളത് ശരിക്കും അങ്ങ് വായിച്ച് വിടുന്നൊരു ഭാഗമാണത്. ഇവരെ പോലെ ഉള്ളവരുടേതാണ് ദൈവരാജ്യം. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് ഒരു ശിശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ശിശുവിൻ്റെ പ്രത്യേകത, ശിശു ഡിപ്പെൻഡൻ്റ് ആണ്, സെൽഫ് റിലയൻ്റ് അല്ല, സ്വാശ്രയമില്ല, സ്വന്തം കഴിവിലൊരു ആശ്രയമില്ല, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ്. ശിശു എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ടോട്ടൽ സറണ്ടറാണ്, പൂർണ്ണമായ ആശ്രയം. ഒരു പ്രവൃത്തിയിലും ഒരു കഴിവിലുള്ള ആശ്രയത്തെ ഇല്ലായ്മ, അതാണ് ശിശു. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യം സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് നേടിയെടുക്കുന്നതാണ് ദൈവരാജ്യം എന്ന ചിന്ത കളയണം. ദൈവരാജ്യം വാങ്ങിച്ചെടുക്കുന്നതല്ല, സ്വീകരിക്കുന്നതാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ദൈവരാജ്യം കവർന്നെടുക്കുന്നതല്ല, സ്വീകരിക്കുന്നതാണ്, എളിമയോടെ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഡിപ്പെൻഡൻസിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യം സ്വീകരിക്കാൻ പറ്റൂ. റിസീവ് ഇറ്റ് ആസ് എ പ്യുവർ അൺമെറിറ്റഡ് ഗിഫ്റ്റ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സഭ മാമോദീസ കൊടുക്കുന്നത്. കുട്ടികൾക്ക് സഭ മാമോദീസ കൊടുക്കുന്നത് എന്താണ്? ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കുക എന്നുള്ള വാക്യത്തിൻ്റെ പൂർത്തീകരണമാണത്. കുഞ്ഞിന് ഒന്നുമില്ല, കുഞ്ഞിൻ്റെ ഒരു യോഗ്യത അവിടെ വിഷയമല്ല, അത് ഫ്രീ ഗിഫ്റ്റാണ്, അൺമെറിറ്റഡ് ഗിഫ്റ്റാണ്. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കില്ല. കർത്താവ് പറയാണ്, അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിച്ചു. 2, 3, 4 നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് ഒരിജൻ, ആഗസ്തീനോസ്, ഐറേനിയസ്, ഗ്രിഗറി നസിയാൻസൺ, ബേസിൽ, അംബ്രോസ്, ജോൺ ക്രിസോസ്റ്റം, വിശുദ്ധ ജെറോം തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഈ ഭാഗം കുട്ടികൾക്ക് മാമോദീസ കൊടുക്കുന്നതിനുള്ള വചന അടിത്തറയായി പഠിപ്പിച്ചിട്ടുണ്ട്. സഭാപിതാക്കന്മാർ, ഏർലി 2nd സെഞ്ച്വറി, 3rd സെഞ്ച്വറി, 4th സെഞ്ച്വറിയിലെ സഭാപിതാക്കന്മാർ ഈ ഭാഗമാണ് ചൈൽഡ് ബാപ്റ്റിസത്തിന്, കുട്ടികൾക്ക് മാമോദീസ കൊടുക്കുന്നതിനുള്ള വചന അടിത്തറയായി പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് കുട്ടികൾ എൻ്റെ അടുത്ത് വരാൻ അവരെ അനുവദിക്കുവാൻ, അവരെ തടയാൻ പാടില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഒന്ന് ദാമ്പത്യം, 2 കുഞ്ഞുങ്ങൾ. ഇനി അടുത്ത് നമുക്ക് പിന്നീട് കാണാം. ഇപ്പോൾ ദൈവം നമുക്ക് തന്ന ഈ വെളിച്ചങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഈശോയെ, അങ്ങയുടെ കാരുണ്യത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ശിഷ്യത്വത്തെക്കുറിച്ച് അങ്ങ് പഠിപ്പിച്ചതെല്ലാം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്പേസാണ്. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കൂട്ടായ്മകൾ, കർത്താവെ, വിവാഹം പരിശുദ്ധമായി കരുതാനും, കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനും കുടുംബങ്ങൾക്ക് അങ്ങ് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.